തൃശ്ശൂർ പൂരം കലങ്ങിയോ ഇല്ലയോ? കലക്കിയതാരാണ് കലങ്ങിയെങ്കിൽ? ഈ ചോദ്യങ്ങൾ കുറെ കാലമായി, മാസങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലാണ് പൂരം നടന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഡിസംബർ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 8 മാസം കഴിഞ്ഞിരിക്കുന്നു. 8 മാസം കഴിഞ്ഞിട്ടും പൂരം കലങ്ങിയോ കലങ്ങിയില്ലയോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. കലങ്ങി എന്ന് അവിടുത്തെ UDF LDF സ്ഥാനാർത്ഥികളടക്കം പാർട്ടിക്കാരടക്കം പറയുന്നു. കലങ്ങിയില്ല എന്ന് മുഖ്യമന്ത്രി ആകെ വെടിക്കെട്ടൊന്ന് മാറ്റി വെച്ചു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറയുന്നു. അതൊരു കാര്യം. അവിടെ വന്നു കലങ്ങി എന്ന് പറഞ്ഞു, ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ട് വേണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു. അപ്പം അന്ന് കലങ്ങി പിന്നെ കലങ്ങിയില്ല എന്നാണോ നമുക്കറിയില്ല. മൂന്നാമത്തെ വിഷയം, ADGP അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുത്തു, അയാളെ DGP ആക്കി. DGP ആക്കാൻ ശുപാർശ ചെയ്തു മന്ത്രിസഭ. അപ്പോൾ പൂരം കലങ്ങിയത് അയാളാണ് എന്ന് പറയുന്ന സുനിൽകുമാർ എന്ത് നോക്കണമെന്ന് എനിക്കറിയില്ല. പൂരം കലക്കിയെങ്കിൽ അതിന്റെ പിന്നിൽ പോലീസിന് പങ്കുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ സുനിൽകുമാറും കൂട്ടരും. പക്ഷെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അവിടുത്തെ ഒരു SP ഒന്ന് കമ്മീഷണറെ ഒന്ന് അങ്ങോട്ട് മാറ്റിയെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പൂരത്തിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇനി അങ്ങനെ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു. അന്വേഷണ റിപ്പോർട്ട് ആര് വഴിക്ക് വന്നു? അജിത് കുമാർ വഴിക്ക് വന്നു. അജിത് കുമാർ തന്നെ കലക്കി, അജിത് കുമാർ തന്നെ നേതൃത്വം കൊടുത്തു, അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കി, അതിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ വന്നു. ആ റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കുമല്ലോ അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനി എന്താ അവിടെ അന്വേഷണം നടക്കണേ? നമുക്ക് മനസ്സിലായിട്ടില്ല. പൂരത്തിന്റെ കാര്യത്തിൽ എന്താ അന്വേഷണം? അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചിട്ട് നമ്മുടെ സുനിൽകുമാർ ചോദിച്ചിട്ട് പോലും അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ പുതിയ വിവാദം വന്നിരിക്കുന്നു. അന്വേഷണം ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണോ അല്ല എങ്ങനെ വന്നതെന്ന് നമുക്കറിയില്ല. തിരുവമ്പാടി ദേവസ്വം, അതിൽ 2 മറമക്കാവ് തിരുവമ്പാടിയിൽ തിരുവമ്പാടി ദേവസ്വം ഇതിന്റെ യോഗത്തിൽ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന വളരെ വിവാദ നായകനായ ഒരു സംഘപരിവാർ ഭക്തൻ, അതുപോലെ D. ഗോപാലകൃഷ്ണൻ, അവിടുത്തെ ഒരു അഡ്വക്കേറ്റാണ്, ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച ആളാണ്, കൂടാതെ അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സുരേഷ് ഗോപി, ഈ 3 പേരും അവിടെ തിരുവമ്പാടിയുടെ യോഗത്തിനുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന തെളിവ്. അങ്ങനെയെങ്കിൽ അവരാണോ ഇത് ആസൂത്രണം ചെയ്തത്? അവരാസൂത്രണം ചെയ്ത് എങ്ങനെയാ പിന്നെ പോലീസ് അതനുസരിച്ചത്? പോലീസ് എങ്ങനെയാണ് അതിന്റെ കൂടെ നിന്നത്? പോലീസ് എന്തുകൊണ്ടാണ് പൂരം കലക്കാൻ കൂട്ടുന്നത്? അപ്പോൾ കേവലം സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞാലോ വത്സൻ തില്ലങ്കേരി വിളിച്ചു പറഞ്ഞാലോ പോലീസ് കമ്മീഷണറും ADGP ഒക്കെ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ അതിന് മുകളിൽ ആരോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, BJP തന്നെയാണ് കലക്കാൻ തീരുമാനിച്ചെന്ന് വയ്ക്കുക, അവർക്കെതിരെ നടപടി എടുക്കണ്ടേ? ആ നടപടി എടുക്കുമോ സർക്കാർ? എടുക്കില്ല. BJPക്കാർക്കെതിരെ ഒരു വിരൽ പോലും അനക്കില്ല. കാരണം BJPക്കാർക്കെതിരെ വിരലനക്കിയാൽ സകല ക്രമീകരണങ്ങളും തെറ്റും. ക്രമീകരണം ഇപ്പം അങ്ങനെയാണ് ഇരിക്കണേ. ആ ക്രമീകരണങ്ങൾ തെറ്റും. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തതിന് ചില താല്പര്യങ്ങളുടെ പുറത്താണെന്ന് സംശയം അന്നേ ഉണ്ട് പലർക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ തിരുവമ്പാടി ദേവസ്വന്റെ യോഗത്തിൽ ഇവർ പങ്കെടുത്തുവെങ്കിൽ എന്തിനാണ് അവർ പങ്കെടുത്തത്? എന്താണ് അവർ പറഞ്ഞത്? എന്തായിരുന്നു അവരുടെ ആവശ്യം? ഇതൊക്കെ ജനങ്ങൾ അറിയണ്ടേ? 8 മാസം കഴിഞ്ഞില്ലേ? 8 മാസം കഴിയുമ്പോഴെങ്കിലും തൃശ്ശൂർക്കാരനായ ഞാൻ ഒരു അഭ്യർത്ഥനയാണ്. എന്താണ് നമ്മുടെ പൂരത്തിന് സംഭവിച്ചത്? കലങ്ങിയോ ഇല്ലയോ? കലങ്ങിയെങ്കിൽ ആര് കലക്കി? സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ വന്ന് ആംബുലൻസിൽ വന്ന് ഇറങ്ങി എന്തൊക്കെയോ ധീരകൃത്യങ്ങൾ ചെയ്യണം നമ്മൾ കണ്ടതായി കാണുന്നു. അത് പോലീസിന് കിട്ടിയോന്ന് എനിക്കറിയില്ല. എപ്പോഴും നാട്ടുകാർക്കൊക്കെ അറിയാം അത് കണ്ടത്. പോലീസിന് കണക്കിൽ അത് വന്നിട്ടില്ല. സുരേഷ് ഗോപി മറന്നും പോയി ആ കാര്യം. അതേപോലെ ഞാൻ ഓർമ്മയില്ല എന്നുള്ളത്. അതുകൊട്ടെ, അപ്പം എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു, അതോടുകൂടി ഇനി പൂരത്തിന്റെ പ്രശ്നം തീർന്നു എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തൃശ്ശൂർക്കാർക്ക് അപമാനമാണ്. അതിന് സുനിൽകുമാറിനായാലും കെ മുരളീധരനായാലും അവിടുത്തെ പ്രതിപക്ഷത്തിനായാലും CPIക്ക് ആയാലും ഒരു നിലപാടുണ്ടാവും. നല്ലതാണ്. അതുണ്ടാവുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല.